നമസ്കാരം സ്റ്റാലി സർ. ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെയൊക്കെ JNU ആക്കാൻ ശ്രമം നടത്തുന്നവരെ വിദ്യാർത്ഥികളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ടല്ലോ, എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? അമേരിക്ക ഇതിനു മുമ്പും നടപടി എടുത്തിട്ടുണ്ട്. ഒരു പട്ടേൽ എന്ന് പറയുന്ന ഒരുത്തിയെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്, കോടതിയോ കിടന്ന് അലമുണ്ടാക്കിയത്. അതിൽ തന്നെയായിരുന്നു പരിപാടി. ഇതിപ്പോ എന്താന്ന് ചോദിച്ചാല് JNU-വിൽ ഉണ്ടായ നവോത്ഥാനം സഖാത്തികൾ ലോകത്ത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയിലെ പല ക്യാമ്പസുകളിലും SFI വഴിയും KSU വഴിയും മറ്റ് ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ സംഘടനകൾ വഴിയും ജിഹാദിസത്തിൽ ചേർന്ന് കമ്മ്യൂണിസത്തിൽ ചേർന്ന് കണ്ടമാനം തുപ്പൽ ബിരിയാണിയൊക്കെ കഴിച്ച് കൊഴുത്ത് മെഴുത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് നേരെ വിടുകയാണ് അടുത്ത ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുക, വെള്ളക്കാരന്റെ യൂണിവേഴ്സിറ്റി. അവിടെ ചെന്നിട്ട് ഇതേ പരിപാടി തന്നെ ആവർത്തിക്കുകയാണ്. അപ്പൊ അവർ കുറെ നാൾ ഇത് സഹിച്ചു, കഴിഞ്ഞ 10-30 വർഷമായിട്ട് സഹിച്ചു. ഇപ്പൊ അവർ നടപടി എടുക്കാൻ തുടങ്ങി പല രാജ്യങ്ങളിലും. അമേരിക്കയിലെ കൃത്യമായ നടപടിയിലേക്ക് കടന്നു. ഭീകര സംഘടനകളെ പ്രൊമോട്ട് ചെയ്യുക, അവിടുന്ന് ഫണ്ട് സ്വീകരിക്കുക, ലാവിഷായിട്ട് ഉഷാറായിട്ട് ജീവിതം നയിക്കുക, മറ്റുള്ളവരെ ഭീകരവാദത്തിന് എറിഞ്ഞു കൊടുത്തിട്ട് സൂഹിക്കുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന പരിപാടി. ഇതിന്റെ കള്ളത്തരങ്ങൾ അറിയാതെ ഒത്തിരി കുട്ടികളുടെ പ്രായമല്ല, ഒത്തിരി കുട്ടികളും ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നുണ്ട് പുതുതായിട്ട്. അപ്പൊ ഈ നവോത്ഥാനം സഹാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു റോങ് ആയിട്ടുള്ള ഒരു മാതൃകയാണ്. അതായത് പല ആൾക്കാരും ഇവരെ ഹീറോയിൻ ആയിട്ടാണ് കാണുന്നത്. ഒത്തിരി ഇവർക്ക് കുറെ പാവാട അനുയായികളും കാണും. ഈ ഇവരെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ച്, ചേച്ചി പെണ്ണ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന കുറെ പാവാട അനുയായികളും ഉണ്ട്, ആണുങ്ങൾ. അപ്പൊ അവരാണ് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ക്യാമ്പസിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടുള്ള സംഭവം ആൾക്കാരുടെ ജീവിതം നശിക്കുന്നു, രാജ്യം നശിക്കുന്നു, ക്യാമ്പസ് നശിക്കുന്നു. അവിടെ എല്ലാം കലാപങ്ങളും അനാർക്കിസവും കഞ്ചാവും MDMA-യും മയക്കുമരുന്നും ലോകത്തില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഈ നവോത്ഥാനം സഹാത്തികളെ എല്ലാ ക്യാമ്പസിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എല്ലാ ഗവൺമെന്റുകളും ലോകത്ത് ചെയ്യേണ്ടത്. കാരണം ഇവരൊരു പ്രത്യേക രീതിയിലുള്ള ഡബിൾ വർഷിപ്പിംഗ്, ചെകുത്താനിലേക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്, ഈ തീവ്രവാദത്തെ എല്ലാം പിന്തുണയ്ക്കുന്നത് വഴി. അവർക്ക് അവര് സെലക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനുവേണ്ടി മാത്രം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ലോകത്ത് പല സ്ഥലത്തും നടത്തുന്ന അക്രമങ്ങളെ ഇവര് മനഃപൂർവ്വം മറച്ചു വെക്കുകയും അതേ സമയത്ത് ജിഹാദികൾക്ക് വേണ്ടി ഇവർ ആവശ്യത്തിലില്ലാത്ത ഒച്ചയിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ രാജ്യത്ത് കലാപം ഉണ്ടാകുമെന്ന് ഗവൺമെന്റുകൾ മനസ്സിലാക്കും. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്യാമ്പസ് പോളിസി, ക്യാമ്പസിൽ എന്തൊക്കെ ആകാം, എന്തൊക്കെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്തൊക്കെ നടക്കരുത്, ഈ കാര്യത്തെ സംബന്ധിച്ച് UGC-യും കേന്ദ്ര ഗവൺമെന്റും കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ ക്യാമ്പസുകളെ ഇവർ നശിപ്പിക്കും, വരും തലമുറയെ ഇവർ നശിപ്പിക്കും, രാജ്യത്ത് അനാർക്കി ഉണ്ടാക്കും. ഇപ്പോ ഈ അനേകം സംഘടനകള്, ഇടത് സംഘടനകള്, നക്സൽ സംഘടനകള്, ജിഹാദി സംഘടനകള്, ഓക്കിസം, ഇങ്ങനെയൊക്കെയുള്ള പല ഐഡിയോളജികൾ ക്യാമ്പസിൽ കൂടെ നടക്കുകയാണ്. ക്യാമ്പസ് ഡിസിപ്ലിൻഡ് ആയിട്ട് വിദ്യ അഭ്യസിക്കാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർ പഠിച്ച് ജോലിയിൽ വരാനും രാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാനും വേണ്ടിയാണ് പിള്ളേരെ പഠിക്കുന്നത്. അൾട്ടിമേറ്റ്ലി അവർ കുടുംബവും മനുഷ്യകുലവും മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതലാകുമ്പോൾ അവർ പഠിച്ച് സെറ്റിലാവണം, പേരൻസിനെ സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്കാണ് അവരെ ക്യാമ്പസിലോട്ട് വിടുന്നത്. പക്ഷെ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ ഹീറോയിസമായിട്ടും വലിയ വീരവാദമായിട്ടും ഒക്കെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും മീഡിയകൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നേരത്തെ ഇതുപോലെ ഒരു ഇവർ കൊണ്ടുവന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു SFI-യിൽ കൂടെ, കുറെ സ്ത്രീകളെ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നു. അവരൊക്കെ എന്തായി എന്നുള്ളത് കേരളം കണ്ടതാണ്. പലരും ആ പ്രസ്ഥാനം ഉപേക്ഷിച്ചു പോയി, ചിലർ നശിപ്പിക്കപ്പെട്ടു, ചിലരുടെ ജീവിതം നശിച്ചു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പൊ ചിലർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെട്ടവരും ഉണ്ട്, 1-2 പേര്. ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി കുടുംബത്തോട്ട് മടങ്ങിയവരുമുണ്ട്. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോ ഈ ഇതുപോലത്തെ തെറ്റായ മാതൃകകൾ ഇപ്പൊ ഈ അമേരിക്കയിൽ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ അവിടുന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. അവരെ ഇന്ത്യയിൽ സ്വീകരിക്കണമോ വേണ്ടോ, അവരുടെ പൗരത്വം ക്യാൻസൽ ചെയ്യുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത്. അവരെ ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ല, ഇന്ത്യയിൽ കയറാൻ അനുവദിക്കാൻ പാടില്ല. കാരണം ഇന്ത്യക്കെതിരായിട്ടും ഹിന്ദുവിനെതിരായിട്ടും പുറത്ത് വർക്ക് ചെയ്തവരാണ്. ഇനി അഥവാ അവർ ഇന്ത്യയിൽ വരികയാണ് അവരെ ഉടനടി അറസ്റ്റ് ചെയ്ത് ജയിലിലിറക്കും. അവരെ ഒരു കാരണവശാലും, അല്ലെങ്കിൽ അവർ ഇപ്പൊ കണ്ടോ ഈ അവിടുന്ന് ഈ തെമ്മാടിത്തരം കാണിച്ച് പുറത്താക്കുന്നവരൊക്കെ ഇവിടെ വന്ന് ഇന്ത്യ അലയൻസിൽ കയറി MP MLA ആകും. നമ്മൾ കണ്ടതാണ്. ആസാദി വിളിച്ച് ഇന്ത്യയെ 10 കഷ്ണമായിട്ട് ടുക്കടെ ആക്കണമെന്ന് പറഞ്ഞ കന്നയ്യകുമാറിന് 3-4 പ്രാവശ്യം കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുത്തു. കന്നയ്യകുമാറിന് ടുക്കടെ മുദ്രാവാക്യവും ആസാദി മുദ്രാവാക്യവും എഴുതി കൊടുത്ത ജിഹാദി കേരളത്തിൽ MLA അറിയോ? CPI-യുടെ MLA. കന്നയ്യകുമാറിന് വേണ്ടി മുദ്രാവാക്യം എഴുതി കൊടുത്ത ജിഹാദി CPI-യുടെ MLA ആണ് കേരളത്തിൽ. ഇപ്പൊ ഇവിടെ കാണാറില്ല, ഇവിടെ ഉത്തർപ്രദേശിലോ അങ്ങാണ്ട് കല്യാണം കഴിച്ച് ഇവിടുന്ന് മുങ്ങിയിരിക്കുക. അപ്പോ ഈ ക്യാമ്പസിൽ ഇരുന്നു കൊണ്ട്
ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും കാണിക്കുകയും രാജ്യത്തെ വെട്ടിമുറിക്കാനും ആസാദി പറയാനും നടക്കുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം, അത് വലിയ MLA സ്ഥാനം, MP സ്ഥാനം ഒക്കെ കൊടുക്കാമെന്നുള്ള അത് കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു കാരണവശാലും പൊതുമേഖലയിൽ അനുവദിക്കാൻ പാടില്ല. ഗവൺമെന്റ് കൃത്യമായ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് നടത്തണം. ഈ വക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കുന്ന ഈ വക ആൾക്കാരെ ജയിലിലിടാനുള്ള നിയമം ഉണ്ടാകും. കാരണം ഇവിടെ നടക്കുന്ന വ്യാജ സെക്യുലറിസവും ഈ വ്യാജ മനുഷ്യത്വവും വ്യാജ മാനവികതയൊക്കെ അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തെ അമേരിക്കയിൽ പോയി തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പം ഇവരുടെ ധൈര്യം ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവരുടെ പകയൊന്ന് ഓർത്ത് നോക്കിയേ. ഇവര് ഒരു അമേരിക്ക കൃത്യമായിട്ട് നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് ഹമാസ്, ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണ് ഹമാസ്. അതിനെ അമേരിക്കയിൽ പോയി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യയിൽ എന്തൊക്കെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതേപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കണം. വിദ്യാഭ്യാസ വകുപ്പും UGCയും കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരണം, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഒരു കാരണവശാലും ഇപ്പൊ ഈ ആസാദി വിളിച്ചവരെ കൊളീജിയൻ ഡൈനാസ്റ്റി തുറന്നു വിട്ടു, കോടതി ശിക്ഷയൊന്നും കൊടുത്തില്ല, അവരെ സൂത്രത്തിൽ ന്യായം പറഞ്ഞ് ഊരി വിട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലേബലിൽ അത് ഇന്ത്യയെ വെട്ടിമുറിക്കാവുന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലും വരുന്നില്ല. അമേരിക്കയെ വെട്ടിമുറിക്കാവുന്നുള്ളതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി വരുന്നില്ല. അത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും അവിടുത്തെ സ്പീക്കറും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പീനിയൻ ഫ്രീഡത്തിന് കൃത്യമായ ലിമിറ്റ് ഉണ്ട്. രാജ്യത്തെ വെട്ടിമുറിക്കുകയും കലാപം ഉണ്ടാക്കുകയും ടെററിസ്റ്റെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ കോടതിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ഇന്ത്യൻ കോടതികൾ ഇപ്പോഴും ടുക്കടയും ആസാദിയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് ഇവരെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ്. അന്ന് 2015 തന്നെ ഇന്ത്യൻ കോടതികൾ ഈ ആസാദി ഗാങ്ങിനെയും ടുക്കട ഗാങ്ങിനെയും നിലയ്ക്ക് നിർത്തിയിരുന്നുവെങ്കിൽ ഇവർ അമേരിക്കയിൽ പോയി ഈ തെണ്ടിത്തരം കാണിക്കുകയായിരുന്നു. ഇവർക്കെല്ലാം പ്രയോജനം കൊടുത്തത്, ഇവർക്കെല്ലാം പ്രൊമോഷൻ കൊടുത്തത്, ഇവർക്കെല്ലാം അംഗീകാരം കൊടുത്തത് ഇന്ത്യൻ കോടതികളുടെ തെറ്റായ നിലപാട് കൊണ്ടാണ്. ഗവൺമെന്റ് ഇതിനെ ലൈറ്റ് ആയിട്ട് എടുത്തതുകൊണ്ടാണ്. ഇപ്പൊ ഇനിയെങ്കിലും ഇപ്പൊ അമേരിക്ക നടപടി എടുത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ കോടതികളുടെ നിലപാട് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ശക്തമായ നിലപാട് എടുക്കണമായിരുന്നു എന്നുള്ളത് വരുന്നു. അപ്പൊ ഇത് ഇന്ത്യൻ കോടതിക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ശക്തമായ നടപടികൾ എടുക്കാനുള്ള ഒരു അവസരമാണ്. അത് അവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പേരൻസും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. കുട്ടികൾ ക്യാമ്പസിൽ പോയാൽ പഠിക്കാനാണ് പോകുന്നത്, അവർ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ പഠിത്തത്തിന് വിരുദ്ധമായ, രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ ആണോ അവരുടെ മനസ്ഥിതി, അല്ലെ അവർ അതിലേക്ക് ടെംപ്റ്റഡ് ആവുന്നുണ്ടോ, അതിലേക്ക് പോകുന്നുണ്ടോ. അതുപോലെ ക്യാമ്പസിൽ ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ, തുപ്പൽ ബിരിയാണിയൊക്കെ കൊടുത്ത് പിള്ളേരെ ഇതിൻ്റെ അകത്ത് കൂട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങൾ കൂടെ പേരൻസ് ചെക്ക് ചെയ്യണം. അവർക്ക് പേരൻസ് അറിയാതെ പിള്ളേർക്ക് പൈസ കിട്ടുന്നുണ്ടോ, പണം കിട്ടുന്നുണ്ടോ, അവരെ ആരെങ്കിലും മാനസികമായി സ്വാധീനിക്കുന്നുണ്ടോ, അവരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് പേരൻസ് നോട്ട് ചെയ്യണം. കുട്ടികളെ തിരുത്തണം. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റിപ്പം നമ്മൾ കളമശ്ശേരി പോളിടെക്നിക്ക് കണ്ടു. വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായെങ്കിലും എല്ലാ വിദ്യാർത്ഥി സംഘടനയും കൂടെ ഒന്നിച്ചാണ് കഞ്ചാവ് അവിടെ കൊണ്ടുവന്ന് ഗോഡൌൺ ആക്കുകയും വിൽക്കുകയും MDMA എല്ലാ സാധനവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും എങ്ങനെ മയക്കുമരുന്നും ഒഫീഷ്യലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം ഇനി ഏതെങ്കിലും ഒരു കുട്ടി ഒറ്റിയാൽ, നമ്മൾ സ്കൂളിൽ കണ്ടു ഒറ്റി എന്നും പറഞ്ഞ് ബാക്കി കുട്ടികളെല്ലാം ചേർന്ന് ഇത് സത്യം പറയുന്ന കുട്ടിയെ ഇടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഏകദേശം 10-20 കുട്ടികൾക്ക് ഇടി കിട്ടി ഈയിടെ സത്യം പറഞ്ഞതിന്റെ പേരിൽ. പിന്നെ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, MDA ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ അത് പേരൻസിനോ ടീച്ചേഴ്സിനോ റിപ്പോർട്ട് ചെയ്യുന്നവരെ ഒറ്റുന്നുണ്ട്. അതുപോലെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നവരെ പോലീസ് ഒറ്റിയ കാര്യങ്ങൾ കേരളത്തിൽ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഇൻഫോം ചെയ്യുന്ന ദേശസ്നേഹികൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമവും സംരക്ഷണവും ഗവൺമെന്റ് കൊണ്ടുവരണം. അവർ അധ്യാപകരാണേലും പോലീസ് ആണെങ്കിലും വിദ്യാർത്ഥിയാണേലും പേരൻസ് ആണേലും ജാഗരൂകരായിരിക്കണം. തെമ്മാടിത്തരം ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നവരെ പിടിക്കാനുള്ള സംവിധാനം ഗവൺമെന്റും മാനേജ്മെന്റും ഉണ്ടാക്കണം. ഇത് അമേരിക്ക, ട്രംപും ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. അവരെ അഭിനന്ദിക്കുന്നു, അവർക്ക് പിന്തുണ കൊടുക്കുന്നു. അതേ രീതിയിലുള്ള സംവിധാനങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തീവ്രവാദത്തിനെതിരെയും ഭീകരവാദത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും UGCയും സ്റ്റേറ്റ് ഗവൺമെന്റും കോടതിയും ഒക്കെ ഇവിടെയും ഉണ്ടാക്കണം. അല്ലാതെ തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് ജാമ്യം കൊടുക്കാനല്ല കോടതി ഇരിക്കേണ്ടത്. ഇതാണ് പറയുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.